വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് കുറച്ച് നെല്ലിക്ക ഇവിടെ നന്നായി വൃത്തിയായി കഴുകി വെച്ചിട്ടുണ്ട്. ഇത് ഉണക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് ആവി കയറ്റിയെടുക്കണം. ഞാനിത് ഉണക്കിയെടുക്കുന്നത് ലേഹ്യത്തിലെല്ലാം കൂട്ടാനാണ്. ചവനപ്രാശത്തിലെല്ലാം മുഖ്യ ഘടകം ഈ നെല്ലിക്കയാണ്. ഞങ്ങൾ ലേഹ്യമെല്ലാം ഉണ്ടാക്കുമ്പം വാങ്ങുന്ന നെല്ലിക്കയെല്ലാം അധികം പൂത്ത പോലത്തെ അങ്ങനത്തനാണ് കിട്ടൽ. ഈ സമയത്ത് നെല്ലിക്കേൻ്റെ സീസണിലെല്ലാം കുറച്ച് ഉണക്കി വെച്ചാൽ നല്ലത് തന്നെ ഉപയോഗിക്കാൻ പറ്റും. ഞാൻ ഇഡലി പാത്രത്തിൽ ചെറിയ ഇല വെച്ചിട്ടുണ്ട്. ആവി കയറിയ വെള്ളം താഴേക്ക് ഇറങ്ങണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഇല ഇവിടെ പാകി കൊടുത്തത്. ഇനി ഇതിലേക്ക് നെല്ലിക്ക വെറും ഒരു 2-3 മിനിറ്റ് മാത്രം ആവി കയറ്റിയാൽ മതി. ഈ ഈർക്കലോണ്ട് കുത്തുമ്പോൾ ചെറുതായിട്ടൊന്ന് തറച്ചാൽ മതി. ഇപ്പം പാകത്തിന് വന്നിട്ടുണ്ട്, അധികം വേവണ്ട. ഇനി ആവി പാത്രത്തിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് വെയിലത്ത് വെച്ചിട്ട് ഉണക്കാം. നല്ലൊരു പ്ലേറ്റിലിട്ടിട്ട് ഉണക്കിയെടുക്കാം. ഇനി ഇത് വെയിലത്ത് വെച്ച് ഉണക്കാം. മുറിച്ച് കഷ്ണാക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. വേവിച്ചത് കൊണ്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടും.